Hi everyone, welcome to our new video. ഇന്നത്തെ വീഡിയോ 10 ആക്ഷൻ വേർബ്സ് ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കാം. അതോടൊപ്പം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഈ വീഡിയോ പാർട്ട് 2 ആണ്. പാർട്ട് 1 നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ വ്യൂ ചാനലിൽ ചെന്ന ശേഷം വീഡിയോസിൽ ചെന്നാൽ തൊട്ട് താഴെയുള്ള വീഡിയോ ആണ് പാർട്ട് 1. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, ഗെറ്റ് ഓഫ്. താഴേക്ക് ഇറങ്ങുക എന്നതാണ് അർത്ഥം. സെന്റൻസ് നോക്കാം. Give me a call when you get off the bus. Give me a call. എന്നെ വിളിക്കൂ when you get off the bus. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ when you get off the bus. ബസ് ഇറങ്ങിയ ഉടനെ എന്നെ വിളിക്കണുണ്ടോ എന്ന് നമ്മൾ സുഹൃത്തുക്കളോട് പറയാറില്ലേ? ഇങ്ങനെ പറയാം. Give me a call when you get off the bus. Make sure you take your belongings when you get off. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റേഷൻ എത്തുമ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങാറായി, നീ കൊണ്ടുവന്നതെല്ലാം എടുത്തോന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇറങ്ങാം എന്ന് നമ്മുടെ കൂടെ വന്നവർ പറയാറില്ലേ? ഇങ്ങനെ പറയാം. മേക്ക് ഷുവർ യു ടേക്ക് യുവർ ബിലോങ്ങിങ്സ് വെൻ യു ഗെറ്റ് ഓഫ്. മേക്ക് ഷുവർ യു ടേക്ക് യുവർ ബിലോങ്ങിങ്സ് വെൻ യു ഗെറ്റ് ഓഫ്. നമ്പർ 2, മേക്ക് എ നോട്ട് ഓഫ് വാട്ട് ഐ സെഡ്. ഞാൻ എന്താണോ പറഞ്ഞത് അതെല്ലാം ഒരു നോട്ടിൽ എഴുതി ഉണ്ടാക്കൂ. Make a note of what I said. He really makes me angry. എന്നെ അവൻ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. He really makes me angry. He really makes me angry. Number 3, hit. അടിക്കുക. He accidentally hits his head on the door. ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ തല ചെന്ന് ആ ഡോറിൽ അടിച്ചു. He accidentally hits his head on the door. I hit upon a good idea. ഞാൻ ഒത്തിരി ആലോചിച്ച ശേഷം എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഇങ്ങനെ പറയാം. I hit upon a good idea. Number 4, swim. They swim in the pool every weekend. എല്ലാ ആഴ്ച അവസാനവും അവർ നീന്താറുണ്ട്. How often do you go swimming? എത്ര തവണ നീ നീന്താൻ പോകും? How often do you go swimming? Number 5, catch. Be careful not to catch a cold. ജലദോഷം പിടിപെടാതിരിക്കാൻ ശ്രദ്ധിക്കൂ. Be careful not to catch a cold. I didn't catch what he said. അവൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. I didn't catch what he said. Leave എന്ന് വെച്ചാൽ ഇവിടെ നിന്നും ഇറങ്ങുകയാണ്, എനിക്കിപ്പോൾ ഇവിടെ നിന്നും പോകണം എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ലീവ് ഉപയോഗിക്കാം. ഐ ഹാവ് ടു ലീവ് നൗ. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. ഐ ഹാവ് ടു ലീവ് നൗ. ലീവ് മീ അലോൺ. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടൂ. ലീവ് മീ അലോൺ. നമ്പർ 7, ഗോ ഹോം. വീട്ടിലേക്ക് പോകുക. ഐ തോട്ട് യു വർ റെഡി ടു ഗോ ഹോം. ഞാൻ വിചാരിച്ചു നീ വീട്ടിലേക്ക് പോവാൻ തയ്യാറായെന്ന്. ഐ തോട്ട് യു വർ റെഡി ടു ഗോ ഹോം. ഇറ്റ്സ് ലേറ്റ്, ലെറ്റ്സ് ഗോ ഹോം നൗ. നേരം വൈകി, നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോവാം. ഇറ്റ്സ് ലേറ്റ്, ലെറ്റ്സ് ഗോ ഹോം നൗ. നമ്പർ 8, കുക്ക്. പാചകം ചെയ്യുക. ഐ കാൺ കുക്ക്. എനിക്ക് പാചകം ചെയ്യാൻ സാധിക്കില്ല. ഐ കാൺ കുക്ക്. ഐ കുക്ക് ഡിന്നർ ഫോർ മൈ ഫാമിലി. എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ഡിന്നർ പാചകം ചെയ്തു. ഐ കുക്ക് ഡിന്നർ ഫോർ മൈ ഫാമിലി. നമ്പർ 9, പ്രപ്പോസ്. ഒരു കാര്യം നിർദ്ദേശിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ദേ പ്രപ്പോസ്ഡ് ടു ബൈ എ ന്യൂ ഹൗസ്. അവർ എന്നോട് നിർദ്ദേശിച്ചു ഒരു പുതിയ വീട് വാങ്ങണമെന്ന്. ദേ പ്രപ്പോസ്ഡ് ടു ബൈ എ ന്യൂ ഹൗസ്. ഐ പ്രപ്പോസ്ഡ് ഹാവിങ് ലഞ്ച് ടുഗദർ. ലഞ്ച് ടൈമിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. നമ്പർ 10, സ്മൈൽ. ചിരിക്കുക. ഐ സഫേർഡ് സോ മച്ച്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. നൗ, ഇപ്പോൾ. ഐ വാണ്ട് ടു സ്മൈൽ. എനിക്ക് ചിരിക്കാൻ ആഗ്രഹമുണ്ട്. ഐ സഫേർഡ് സോ മച്ച്. നൗ ഐ വാണ്ട് ടു സ്മൈൽ. യു ആർ ഓൾവേസ് സ്മൈലിംഗ്. നിങ്ങൾ എപ്പോഴും ചിരിക്കുന്നു. യു ആർ ഓൾവേസ് സ്മൈലിംഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.